മക്കളെ, ഇതാ വീണ്ടും നമ്മൾ നമ്മുടെ ഡൈനിങ് ടേബിളിന് ചുറ്റുമാണ്. നമ്മുടെ വീട്ടിലെല്ലാവരും കൂടിയിരിക്കുകയാണ്. അപ്പനും അമ്മയും മക്കളും മരുമക്കളും എല്ലാവരും കൂടി ചേർന്ന് വചനം കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ആനന്ദമുണ്ടല്ലേ. കുടുംബഭാരം കൊണ്ട് തളർന്നവരുണ്ട്, മക്കളെ പോറ്റി വളർത്തി അത് തളർന്നു പോയവരുണ്ട്, ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്നവരുണ്ട്, സാമ്പത്തികമായ നല്ല ഞെരുക്കത്തിൽപ്പെട്ട് വേദനിക്കുന്നവരുണ്ട്. എന്തിനീ ജീവിതം തന്നു ദൈവമേ, ഞാൻ മടുത്തു എന്ന് വരെ പറഞ്ഞ് മാനസികമായി തകർന്നവരുടെ മുമ്പിൽ ഇതാ കർത്താവിൻ്റെ വചനം കടന്നു വരികയാണ്. 2 ദിനവൃത്താന്തം 15-ാം അധ്യായം 7-ാം വാക്യം. ഇന്ന് കേൾക്കണേ. നിങ്ങൾ ധീരന്മാരായിരിക്കുവിൻ, നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും. ഇതാണ് യേശു ഒരു പോസിറ്റീവ് തിങ്കറാണെന്ന് പറയുന്നത്. വചനം നമ്മെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യിക്കും, നന്മ ചെയ്യാൻ, മുന്നോട്ട് പോകാൻ, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ. തളർന്നും നശിച്ചു പോയേക്കാവുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഇതാ വചനമാകുന്ന യേശു പറയുകയാണ്, ധൈര്യമായിരിക്കുവിൻ. ഏറ്റവും പ്രസാദകരമായ ക്രിയാത്മകമായ ജീവിതത്തിന് ദൈവം നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. ദാരിദ്ര്യങ്ങൾ, പല പല കുരുക്കുകൾ, വൈകല്യങ്ങൾ, മാനസിക അവസ്ഥകൾ ഓർത്ത് ധൈര്യരാകരുത്. നമ്മുടെ ധൈര്യം ചോർത്തിക്കളയരുത്. നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ സ്വപ്നങ്ങളും ഒക്കെ തകർന്നു പോയാലും ഉള്ളിലിരുന്ന് ഈശോ പറയുന്നുണ്ട്, ധീരരായിരിക്കുവിൻ, നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ എന്ന്. മലിനപ്പെടുത്തുന്ന ചിന്തകളും ഭാരപ്പെടുത്തുന്ന ജീവിതങ്ങളും വന്ന് കൂടുമ്പോൾ അറിയാതെ നമ്മൾ പറഞ്ഞു പോയ മടുത്തു കർത്താവേ, തളർന്നു പോകുന്നു എന്ന്. അവരോട് കർത്താവ് പറയുകയാണ്, വർഷങ്ങളുടെ അധ്വാനം, വലിയ സമ്പത്ത്, ബന്ധങ്ങൾ, ജോലി ഇവയൊക്കെ നഷ്ടപ്പെട്ടു പോയാലും തളർന്നു പോകരുതെന്ന് ഉള്ളിൽ നിന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പരാജയത്തിലും അപമാനത്തിലും അവഗണനയിലും കണ്ണുനീരിലും അലച്ചിലുകളിലും നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ടാകുമോ? നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ, നഷ്ടധൈര്യരായി തീരരുത് എന്ന് അങ്ങനെ പറയുന്ന ഒരു സ്നേഹിതൻ ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ അവൻ്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്. യേശുവാണ് വചനം നമുക്ക് തരുന്നത്. ജീവിതത്തിൽ നല്ല അനുഭവങ്ങളും മോശമായ അനുഭവങ്ങളും ഉണ്ടായേക്കാം. ദൈവം നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നവനാണ്. ഇപ്പോൾ മനസ്സ് തളർന്നിരിക്കുന്ന, കടക്കണിയിൽ കുടുങ്ങിക്കിടക്കുന്ന 3 പേരുടെ കുടുംബത്തിലേക്ക് കർത്താവ് ഒരു സന്ദേശവുമായി കടന്നു വരുന്നുണ്ട്. സാധിക്കുമെങ്കിൽ 3-4 വചനങ്ങൾ അടുപ്പിച്ച് കേട്ട് കർത്താവിൽ ശക്തി സംഭരിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.